പഠിച്ചിരുന്നു റൊട്ടേഷൻ പഠിച്ചു, സ്കെയിലിംഗ് പഠിച്ചു, ട്രാൻസ്ലേഷൻ. ഇനി നമുക്ക് രണ്ട് മറ്റു ട്രാൻസ്ഫർമേഷൻസ് പഠിക്കാം. ആദ്യം റിഫ്ലക്ഷനും ഷിയറിങ്ങും. ഓക്കെ, അപ്പം നമ്മൾ ഏതൊക്കെ പഠിച്ചു? നമ്മൾ റൊട്ടേഷൻ പഠിച്ചു, ട്രാൻസ്ലേഷൻ പഠിച്ചു, സ്കെയിലിംഗ് പഠിച്ചു. ഓക്കെ, അവയെല്ലാം ഹോമോജീനസ് കോർഡിനേറ്റിൽ റെപ്രസെന്റ് ചെയ്യാനും പഠിച്ചു. ഇനി നമുക്ക് റിഫ്ലക്ഷൻ മുതലുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് റിഫ്ലക്ഷൻ നോക്കാം. റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ തന്നെയാണ്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റിന്റെ മിറർ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, മിറർ ഇമേജ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റിനെ 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ മിറർ ഇമേജ് കിട്ടുന്നത്. ഓക്കെ, അപ്പം റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ ആണ്. അത് ആ ഒബ്ജക്റ്റിന്റെ മിറർ ഇമേജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ മിറർ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ആ ഒബ്ജക്റ്റിനെ 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ആദ്യം എക്സ് ആക്സിസിൽ റിഫ്ലക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്ത് ഇങ്ങോട്ട് കിട്ടണം. ഓക്കെ, റിഫ്ലക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്താൽ എന്ന് വെച്ചാൽ y0 ആണ്. എക്സ് ആക്സിസിനെ ബേസ് ചെയ്ത് നമ്മൾ റിഫ്ലക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഇതിന്റെ മിറർ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫസ്റ്റിൽ നിന്ന് ഫോർത്ത് ക്വാഡ്രന്റിലോട്ടാണ് നമ്മുടെ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒബ്ജക്റ്റിൽ നിന്ന് അതിന്റെ എക്സ് വാല്യൂ എന്ത് സെയിം തന്നെയായിരിക്കും. വൈ വാല്യൂ ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് ആണ്. സോ നമ്മളപ്പം നമ്മുടെ എക്സ് ഡാഷ് എന്ന് പറയുന്നത് എപ്പോഴും എക്സ് ആയിട്ട് മാറും. ഓക്കെ, റിഫ്ലക്ഷൻ പോയിന്റ് എക്സ് തന്നെയാണ്. പക്ഷെ വൈ ഡാഷ് എന്ന് പറയുന്നത് പുതിയ പോയിന്റ് ആയ വൈ ഡാഷ് -y ആയിട്ട് മാറും. ഇനി നമുക്ക് മാട്രിക്സ് ഫോമിൽ അവയെ റെപ്രസെന്റ് ചെയ്താൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? എക്സ് വൈ എന്ന് പറയുന്ന ഒരു പോയിന്റിന് നമ്മൾ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് ഡാഷ് വൈ ഡാഷ് കിട്ടണമെങ്കിൽ നമ്മൾ ഹോമോജീനസ് കോർഡിനേറ്റ് ഫോമിൽ 3x3 മാട്രിക്സ് ആയിട്ടാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തത്. എക്സ് ഡാഷ് എന്ത് തന്നെ വരണം? എക്സ് വരണം. വൈ ഡാഷ് y ആവണോ -y ആവണമെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? -1 ഇടണം. ഓക്കെ, അപ്പം റിഫ്ലക്ഷൻ അബൌട്ട് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി റൊട്ടേഷൻ അബൌട്ട് എക്സ് ആക്സിസിന് ഇക്വലന്റ് ആണ്. അപ്പം നമ്മളുടെ എക്സ് കോർഡിനേറ്റ് വാല്യൂ അതുപോലെ തന്നെയായിരിക്കും. വൈ കോർഡിനേറ്റ് വാല്യൂ എന്തായിട്ട് മാറും? -y ആയിട്ട് മാറും. ഇനി നമുക്ക് ഈ റിഫ്ലക്ഷൻ തന്നെ വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ചെയ്യാം. ഇനി റിഫ്ലക്ഷൻ അബൌട്ട് y ആക്സിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? എക്സ് നമ്മുടെ ഈ ക്വാഡ്രന്റിൽ നിന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ എക്സ് ഡാഷിന്റെ വാല്യൂ -x ആയിട്ട് മാറും. വൈ ഡാഷ് എന്ത് തന്നെയായിരിക്കും? y തന്നെയായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വി ഹാവ് ടു ചേഞ്ച് ദ സൈൻ ഓഫ് y കോർഡിനേറ്റ് ബട്ട് എക്സ് കോർഡിനേറ്റ് ബട്ട് y കോർഡിനേറ്റ് റിമൈൻസ് ദ സെയിം. സോ മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഡാഷ് -x കിട്ടണമെങ്കിൽ നമ്മളിവിടെ -1 ഇടണം. y ഡാഷ് y തന്നെയാണ്. ഓക്കെ, അപ്പം ഇതിന് ഇറ്റ് ഈസ് ഇക്വലൻ ടു 180 ഡിഗ്രി റൊട്ടേഷൻ അബൌട്ട് y ആക്സിസ്. ഇനി നമുക്ക് റിഫ്ലക്ഷൻ അബൌട്ട് ഒറിജിൻ. ഈ ഒറിജിൻ പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ എക്സ് ഡാഷ് -x ആയിട്ട് മാറും, y ഡാഷ് എന്തായിട്ട് മാറും? -y ആയിട്ട് മാറും. സോ നമ്മളുടെ മെട്രിക്സ് റെപ്രസെന്റേഷൻ നോക്കിയേ എക്സ് ഡാഷ് -x ആവും, 1ന്റെ അവിടെ -1, y ഡാഷും -1 ആണ് വരുന്നത് അല്ലെ? നമ്മൾ മെട്രിക്സ് ഫോമിൽ നമുക്ക് എക്സ് ഡാഷ് -x കിട്ടണം, y ഡാഷ് -y. ദിസ് ഈസ് ദ ഹോമോജീനസ് റെപ്രസെന്റേഷൻ ആണ്. ഇതും 180 ഡിഗ്രി റൊട്ടേഷൻ അബൌട്ട് ഒറിജിൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് റിഫ്ലക്ഷൻ അബൌട്ട് y = x അല്ലെങ്കിൽ 45 ഡിഗ്രി ലൈനിൽ വെച്ചിട്ട് ഈ ഒബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് പറയാം. ഞാൻ ഈ 45 ഡിഗ്രി ഫസ്റ്റ് ക്വാഡ്രന്റ് 45 ഡിഗ്രി ലൈനിൽ വെച്ചിട്ട് ഈ ഒബ്ജക്റ്റിന് എനിക്ക് 1 2 3 എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന് 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിലോട്ട് റിഫ്ലക്ട് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഈ ഒബ്ജക്റ്റ് മാത്രമാണ് ഇരിക്കുന്നത്. ഇവിടെ 45 ഡിഗ്രിയിലാണല്ലോ ഇരിക്കുന്നത്. ഈ നമ്മുടെ 45 ഡിഗ്രി ലൈനെ നമ്മൾ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്ത് എക്സ് ആക്സിസിന് പാരലൽ ആക്കണം. എന്നിട്ട് നമ്മൾ റിഫ്ലക്ഷൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇൻവേഴ്സ് റൊട്ടേഷൻ വിത്ത് 45 ഡിഗ്രി ചെയ്യണം. ക്ലിയർ ആണോ പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ 45 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആക്സിസ് എന്തിന് പാരലാവും? എക്സ് ആക്സിസിന് പാരലാവും. എന്നിട്ട് നമ്മൾ ആ റിഫ്ലക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ചെയ്യുക. തിരിച്ച് ഇൻവേഴ്സ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ പഴയ പോലെ നമ്മുടെ ഒബ്ജക്റ്റ് എവിടെ വരും? ഇൻവേഴ്സ് റൊട്ടേഷൻ വിത്ത് 45 ഡിഗ്രി ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് റിഫ്ലക്ഷൻ അബൌട്ട് ദ ഡയഗണൽ ലൈൻ y = x കിട്ടും. സോ ആ സ്റ്റെപ്പാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത്. ആദ്യം ഞാൻ എന്ത് ചെയ്യണം? ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ത്രൂ 45 ഡിഗ്രിയിലോട്ട് ഈ ആക്സിസിനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വരും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഈ ഒബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്യണം. റിഫ്ലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് വി പെർഫോം ദ റിഫ്ലക്ഷൻ. Then what we do is we have to ഒറിജിനൽ പൊസിഷനിലോട്ട് വീണ്ടും ആക്സിസിനെ മാറ്റാൻ വേണ്ടിയിട്ട് കൗണ്ടർ ക്ലോക്ക് വൈസിൽ 45 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുക. സോ ഐ ഗെറ്റ്
the reflected object. Okay. ഇനി നമുക്ക് റിഫ്ലക്ഷൻ അബൌട്ട് ദ ഡയഗണൽ ലൈൻ y is equal to minus x എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ലൈനിൽ നമുക്ക് y is equal to minus x നമ്മുടെ ഒബ്ജക്റ്റിന്റെ റിഫ്ലക്ഷൻ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നോക്കി ഈ ഒരു ആക്സിസ് വെച്ചിട്ടുള്ള റിഫ്ലക്ഷൻ ആണ് നമുക്ക് എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ലൈനെ നമ്മൾ y ആക്സിസ് അല്ലെ നിയറസ്റ്റ് ക്ലോക്ക് വൈസിൽ y ആക്സിസിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിഫ്ലക്ഷൻ എടുക്കുക, തിരിച്ച് കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ചെയ്യുക. ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക, y ആക്സിസിന് പാരലാക്കുക, റിഫ്ലക്ഷൻ വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ചെയ്യുക, ദെൻ കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ചെയ്യുക. ഓക്കെ, അതാണ് നമ്മളുടെ എന്ത് റിഫ്ലക്ഷൻ അബൌട്ട് y is equal to minus x. ഓക്കെ, സോ നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിച്ച് ഈസ് ഇക്വലന്റ് ടു ദിസ്. ഓക്കെ, ഇനി നമുക്ക് ഷിയറിംഗ്, അടുത്ത നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് റിഫ്ലക്ഷൻ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഷിയറിംഗ് ആണ്. ഷിയറിംഗ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. പക്ഷെ ഇത് ഇതൊരു റിജിഡ് ട്രാൻസ്ഫോർമേഷൻ അല്ല. കാരണം ഒബ്ജക്റ്റിന്റെ ഷേപ്പിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ്. റിജിഡ് ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം എന്താ ചെയ്യുന്നത്, ട്രാൻസ്ലേഷൻ ആണെങ്കിലും റൊട്ടേഷൻ ആണെങ്കിലും ഒക്കെ ആ ഒബ്ജക്റ്റിന്റെ സൈസിനോ ഷേപ്പിനോ ഒരു മാറ്റവും വരുത്തില്ല. അതുകൊണ്ട് അതിനെല്ലാം റിജിഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഷിയറിംഗ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ റിജിഡ് ട്രാൻസ്ഫോർമേഷൻ ആണ്. കാരണം അത് ഒബ്ജക്റ്റിന്റെ ഷേപ്പിന് മാറ്റം വരുത്തുന്നു. അപ്പം നമുക്ക് 2 രീതിയിൽ അല്ലെ 3 രീതിയിൽ ഷിയറിംഗ് നടത്താം. എക്സ് ഡയറക്ഷനിൽ മാത്രം മാറ്റം വരുത്താം, വൈ ഡയറക്ഷനിൽ മാത്രം മാറ്റം വരുത്താം, എക്സിലും വൈയിലും കൂടി ഒരുമിച്ച് മാറ്റം വരുത്താം. ഓക്കെ, അപ്പം എക്സ് ആക്സിസിലുള്ള ഷിയർ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പം എക്സ് ഡാഷ് വൈ ഡാഷ് 1 ആണ് നമ്മളുടെ റിസൾട്ടന്റ് ഒബ്ജക്റ്റ്, എക്സ് വൈ ആണ് നമ്മുടെ ഒബ്ജക്റ്റ്. നമ്മൾ എക്സ് ആക്സിസ് ഷിയർ ചെയ്യണമെങ്കിൽ നമ്മൾ കറണ്ട് എക്സ് വാല്യൂവിന്റെ കൂടെ സം ഷിയർ ഫാക്ടർ ഇൻറ്റു വൈ ചെയ്താൽ മതി. SHX ഇൻറ്റു വൈ ആണ് സംഭവിക്കുന്നത് കേട്ടോ. ഇവിടെ ഇക്വേഷനിൽ ഒരു ചെറിയ തെറ്റുണ്ട്. വൈ ഡാഷ് വൈ തന്നെയാണ്, കാരണം നമ്മൾ എക്സ് ഡയറക്ഷനിൽ മാത്രമേ ഷിയർ അല്ലെങ്കിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ നമ്മൾ ഈ മെട്രിക്സ് ഒന്ന് നോക്കിയാൽ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് പ്ലസ് SHX ദാറ്റ് ഈസ് ഷിയർ ഫാക്ടർ ഇൻറ്റു വൈ പ്ലസ് 0. വൈ ഡാഷ് എന്ത് തന്നെയാണ്, വൈ 1 ഈക്വൽ ടു 1. ഓക്കെ, ഇനി നമുക്കൊരു ഷിയറിന് ഒരു എക്സാമ്പിൾ ചെയ്യാം. ഈ ഒരു ഒബ്ജക്റ്റ്, ഈ ഒരു സ്ക്വയർ നോക്കിയേ, അതിന്റെ 0 0 ഫസ്റ്റ് ഈ കോർഡിനേറ്റ് വെർട്ടെക്സ് പോയിന്റ് 0 0 1 0 1 1 0 1 അതിനെ ഞാൻ ഷിയർ ചെയ്യുകയാണ് വിത്ത് ഷിയർ ഫാക്ടർ എന്റെ 2 ആണെന്ന് വിചാരിക്കുക. ഷിയർ ഫാക്ടർ 2 ആണ് എങ്കിൽ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. നമ്മൾ ഈ മെട്രിക്സിൽ ഒന്ന് ഇട്ട് നോക്കി, ഇവിടെ ഷിയർ SHXന്റെ അവിടെ എന്ത് കൊടുക്കണം, 2 കൊടുക്കണം. എന്നിട്ട് നമ്മുടെ എക്സ് വൈ വാല്യൂസ് ഇവിടെ ഫസ്റ്റ് 0 0 കൊടുക്കുക. അപ്പൊ നമ്മുടെ ഈ എക്സ് 0 0 കൊടുത്തിട്ട് ഇവിടെ 1 2 0 1 0 ഇത് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന വാല്യൂ 0 0 തന്നെ കിട്ടും. ഇനി നമുക്ക് 1 0 പോയിന്റ് ചെയ്യുക. ഇവിടെ ചെയ്യുമ്പോഴും എക്സ് ഡാഷ് വൈ ഡാഷിന്റെ വാല്യൂ നമുക്ക് 1 0 തന്നെ കിട്ടും. പക്ഷെ 0 1 നമ്മൾ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2 1 ആയിരിക്കും. ഇനി 3 1 1 ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 3 1 ആയിരിക്കും. ഓക്കെ, അപ്പം ഞാനിപ്പോ പറഞ്ഞത് എക്സ് ഡയറക്ഷൻ ഷിയർ ആണ്. എക്സ് ഡയറക്ഷൻ ഷിയറിൽ ഇത് എക്സ് ഡയറക്ഷൻ ഷിയറിന് നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് വൈ ഡയറക്ഷൻ ഷിയർ നോക്കാം. വൈ ഡയറക്ഷൻ ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആക്സിസിന് മാറ്റം വരുത്തുക തന്നെയാണ് വൈ ഡയറക്ഷൻ ഷിയർ എന്ന് പറയുന്നത്. സോ നമ്മളുടെ വൈ ഡയറക്ഷനിലുള്ള വാല്യൂവിനാണ് മാറ്റം വരുത്തുന്നത്. ഇവിടുത്തെ നമ്മുടെ ഇക്വേഷൻ എന്ത് ചെയ്യും, എക്സ് ഡാഷ് എക്സ് തന്നെയാണ്. വൈ ഡാഷ് എന്തായിട്ട് മാറും, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു SHY പ്ലസ് വൈ. വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് SHY ഷിയർ ഫാക്ടർ ഇൻറ്റു എക്സ് എന്നാണ്. ഒന്നുകൂടി നോക്കാം, ഇത് നോക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. എക്സ് ഡയറക്ഷനിലുള്ള ഷിയറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ്, നേരത്തെ ഉള്ള എക്സിന്റെ ഒപ്പം SHX ഷിയർ ഫാക്ടർ ഓഫ് എക്സ് ഇൻറ്റു വൈ ആ ചെയ്യുന്നത്. അതുപോലെ വൈ ഡയറക്ഷനിലെ ഷിയർ എടുക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് SHY ഷിയർ ഫാക്ടർ ഓഫ് വൈ ഇൻറ്റു എക്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഒരു ഒബ്ജക്റ്റിന് വൈ ഡയറക്ഷൻ ഷിയർ ചെയ്യുമ്പോൾ റിസൾട്ടിങ് ആണ്. നിങ്ങൾ ഈ മെട്രിക്സിനകത്ത് ഷിയർ ഫാക്ടറിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. സോ യു ഗെറ്റ് ദ റിസൾട്ട് ആസ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഷിയർ ഫാക്ടർ 2 ആയിട്ടുള്ള കേസാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഇത് ചെയ്ത് നോക്കുക, യു ഗെറ്റ് ദ റിസൾട്ട് ആസ് ദിസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ് 2D വ്യൂയിങ്. 2D വ്യൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിക്ചേഴ്സ് എപ്പോഴും നമ്മൾ മെമ്മറി സ്റ്റോർ ചെയ്യുന്നതിന് പിക്ചേഴ്സ് ആർ സ്റ്റോർഡ് ഇൻ മെമ്മറി യൂസിങ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണല്ലോ. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ നമ്മൾ പറയും വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയും. പക്ഷേ നമ്മുടെ പിക്ചർ ഡിസ്പ്ലേ ചെയ്യേണ്ട ഡിസ്പ്ലേ ഡിവൈസിന്റെ കോർഡിനേറ്റ് സിസ്റ്റത്തിലോട്ട് നമുക്ക് എപ്പോഴും കൺവേർട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് അതിനെ പ്രോപ്പർ ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് വേൾഡ് കോർഡിനേറ്റിലുള്ള ഒരു ഒബ്ജക്റ്റിന് നമുക്ക് ഏതാണോ ഡിവൈസ്, നമ്മുടെ മൊബൈൽ ആണെങ്കിൽ മൊബൈൽ, നമ്മളുടെ TV ആണെങ്കിൽ TV, ആ
ഡിവൈസ് കോർഡിനേറ്റിലോട്ട് നമ്മുടെ പിക്ചറിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ പിക്ചർ നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ്. അതിനെയാണ് നമ്മൾ വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ പിക്ചറിന് നമ്മളുടെ ഡിവൈസിന്റെ കോർഡിനേറ്റ് സിസ്റ്റം എങ്ങനെയാണോ ആ ഡിവൈസ് കോർഡിനേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഇങ്ങനെ വേൾഡ് കോർഡിനേറ്റിൽ നിന്ന് ഡിവൈസ് കോർഡിനേറ്റിലോട്ട് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ വി നീഡ് സം ട്രാൻസ്ഫർമേഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ള ചില ട്രാൻസ്ഫർമേഷൻസ് ഇവിടെ വേണം. ഓക്കെ, ആ ട്രാൻസ്ഫർമേഷൻ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന പേരാണ് വ്യൂവിംഗ് ട്രാൻസ്ഫർമേഷൻ. ഓക്കെ, ദിസ് മാപ്പിംഗ് ഓഫ് കോർഡിനേറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് വിത്ത് ദ യൂസ് ഓഫ് എ വ്യൂവിംഗ് ട്രാൻസ്ഫർമേഷൻ. So the pictures that is stored in the memory are using Cartesian coordinate system. We call it as a world coordinate system. These pictures have to display in a physical device such as monitor or like a camera, mobile phone camera, mobile phone display device, etc. So we need to transform the world coordinates to device coordinate system. So it needs some transformation. We call it as a viewing transformation. സോ നമുക്ക് ഏത് ഡിവൈസ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം നമ്മളുടെ വേർഡ് കോർഡിനേറ്റ് ഏരിയയിൽ എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ വിൻഡോ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ രണ്ട് കൺസെപ്റ്റ് ഇനി പറയാൻ പോകുന്നത്. വിൻഡോ എന്താണ്, വ്യൂ പോർട്ട് എന്താണ്. നമ്മൾ വേൾഡ് കോർഡിനേറ്റിൽ നിന്ന് എന്താണോ നമുക്ക് വ്യൂ ചെയ്യാൻ പോകുന്നത്, ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്, ആ ഡിസ്പ്ലേ ചെയ്യുന്ന ആ വേൾഡ് കോർഡിനേറ്റ് ഏരിയനെ നമ്മൾ വിൻഡോ എന്ന് പറയും. അപ്പൊ വിൻഡോ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് എന്താണ് വ്യൂ ചെയ്യേണ്ടതെന്നാണ്. ഓക്കെ, ഇനി വ്യൂ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വിൻഡോയിലുള്ള സാധനം നമ്മുടെ ഡിവൈസിലോട്ട് മാപ്പ് ചെയ്യുന്ന ആ ഏരിയ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ വ്യൂ പോർട്ട് എന്ന് പറയുന്നത്. സോ വെയർ ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് ടു ബി ഡിസ്പ്ലേഡ്, അതാണ് വ്യൂ പോർട്ട് എന്ന് പറയുന്നത്. സോ വിൻഡോ ടു വ്യൂ പോർട്ട് കൺവേർഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം, അല്ലെങ്കിൽ നമ്മൾ അത് വേൾഡ് കോർഡിനേറ്റ് ഏരിയയിൽ നിന്ന് സെലക്ട് ചെയ്യണം. എന്നിട്ട് അത് നമ്മൾ എങ്ങോട്ടാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, വെയർ ടു ബി ഡിസ്പ്ലേഡ്, ദാറ്റ് ഈസ് കോൾഡ് വ്യൂ പോർട്ട്. അപ്പൊ വ്യൂ പോർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഡിസ്പ്ലേ ഡിവൈസിലെ ഏരിയ ആണ്. ഓക്കെ, നമ്മൾ വിൻഡോയിലുള്ള സാധനം നമ്മൾ വ്യൂ പോർട്ടിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. സോ വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഇതിനെയാണ് നമ്മൾ വ്യൂവിംഗ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പം വേൾഡ് കോർഡിനേറ്റിലുള്ള ഒരു സീനെ നമ്മൾ ഡിവൈസ് കോർഡിനേറ്റിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ആ മാപ്പിംഗിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വ്യൂവിംഗ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 2D വ്യൂവിംഗ് ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ ഓർ വിൻഡോയിങ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം എടുത്തു. ഇതാണ് എൻ്റെ വേൾഡ് കോർഡിനേറ്റ്. അതിനകത്ത് ഞാൻ ഒരു പെർട്ടിക്കുലർ വിൻഡോ ഇത്രയുമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്, എൻ്റെ മെമ്മറിയിൽ ഇരിക്കുന്നത്. ഇനി അതിനെ എനിക്ക് എൻ്റെ ഡിസ്പ്ലേ ഡിവൈസിലോട്ട് ട്രാൻസ്ഫോം ചെയ്യണം. അപ്പം എൻ്റെ വിൻഡോയുടെ മിനിമം സൈസ് എക്സ് മിനിമം, എക്സ് വിൻഡോ മിനിമം, എക്സ് വിൻഡോ മാക്സിമം, വൈ വിൻഡോ മിനിമം, വൈ വിൻഡോ മാക്സിമം ഉണ്ട്. അതിനെ ഞാൻ വ്യൂ പോർട്ടിന്റെ കൺവേർഷൻ, വ്യൂ പോർട്ട് സെയിം സൈസ് ആവണമെന്നില്ല, ഇതിപ്പോ സെയിം സൈസ് നമ്മളെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ചിലപ്പം വ്യൂ പോർട്ട് ചെറുതാവാം വലുതാവാം. അപ്പൊ ആ വ്യൂ പോർട്ടിന് കറസ്പോണ്ടിങ് എക്സ് വി മിനിമവും എക്സ് വി മാക്സിമവും വൈ വി മിനിമവും വൈ വി മാക്സിമം ഉണ്ട്. അപ്പൊ അതിലോട്ട് ഈ ഒബ്ജക്റ്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ കാണിക്കണം. ഈ ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണയായിട്ട് നമ്മൾ വിൻഡോയും വ്യൂ പോർട്ടും റെപ്രസെന്റ് ചെയ്യുന്നത് റെക്ടാംഗിൾ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെക്ടാംഗിൾസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇനി നമുക്കൊരു ഒബ്ജക്റ്റിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിവൈസിൽ വന്ന് നമ്മളിപ്പോ ടി വിയിൽ ഒരു ഒബ്ജക്റ്റ് കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണിൽ ഒരു ഒബ്ജക്റ്റ് കാണുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ് പല കോർഡിനേറ്റ് സിസ്റ്റത്തിലൂടെ കടന്നുപോയാണ് നമ്മുടെ വ്യൂയിങ് പൈപ്പ് ലൈനിൽ നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ആ ഒബ്ജക്റ്റ് വേൾഡിലിരിക്കുകയാണ്, സീനിലിരിക്കുകയാണ്. അപ്പൊ അതിനൊരു കോർഡിനേറ്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ മോഡലിംഗ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ആ മോഡലിംഗ് കോർഡിനേറ്റിൽ നിന്ന് നമ്മൾ അതിനെ എന്താണ് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് അല്ലെങ്കിൽ വേൾഡ് കോർഡിനേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം നമ്മളുടെ ഒരു ഒബ്ജക്റ്റ് സീനിൽ ഇരിക്കുകയാണ്, റിയൽ വേൾഡിൽ ഇരിക്കുകയാണ്. സോ അതിന്റെ കോർഡിനേറ്റിനെ നമ്മൾ മോഡലിംഗ് കോർഡിനേറ്റ് എന്ന് പറയും. അതിനെ ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും, നമ്മളുടെ വേൾഡ് കോർഡിനേറ്റ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, കൺവേർട്ട് വേൾഡ് കോർഡിനേറ്റ് ടു വ്യൂയിങ് കോർഡിനേറ്റ്. ഇനി നമ്മൾ ഈ വേൾഡ് കോർഡിനേറ്റിൽ നിന്നും ഈ സീനെ നമുക്ക് വ്യൂയിങ് കോർഡിനേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ വ്യൂയിങ് കോർഡിനേറ്റിലോട്ട് ട്രാൻസ്ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വ്യൂയിങ് കോർഡിനേറ്റിനെ നമ്മൾ ആദ്യം നോർമലൈസ് ചെയ്ത് നോക്കും. എന്തിനാ നോർമലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ
നമുക്ക് ഓരോ ഡിവൈസിലും പല പല സൈസുകളാണ്. അപ്പോൾ നമ്മൾ അതിനെ എപ്പോഴും ഒരു റേഞ്ചിലോട്ട് നോർമലൈസ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡിവൈസിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ഡിവൈസ് കോർഡിനേറ്റിലോട്ട് മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യും, വ്യൂയിങ് കോർഡിനേറ്റിൽ നിന്ന് അതിനെ എന്താക്കി മാറ്റും, നോർമലൈസ്ഡ് വ്യൂയിങ് കോർഡിനേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും യൂസിങ് വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ. അതെന്താന്ന് വെച്ചാൽ വിൻഡോയ്ക്ക് ഒരു സൈസ് ഉണ്ടാവുമല്ലോ, വ്യൂ പോർട്ടിന് ഒരു സൈസ് ഉണ്ടാവുമല്ലോ, അതിനെ വെച്ചിട്ട് ഒരു നോർമലൈസ്ഡ് ട്രാൻസ്ഫോർമേഷൻസ് നടത്തും. ആ നോർമലൈസ്ഡ് വ്യൂയിങ് കോർഡിനേറ്റിൽ നിന്നാണ് നമ്മൾ കറസ്പോണ്ടിങ് ഏത് ഡിവൈസ് ആണോ ആ ഡിവൈസിന്റെ കോർഡിനേറ്റിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. സോ ഞാൻ ഒന്നുകൂടി പറയാം, ഒരു ഒബ്ജക്റ്റ് റിയൽ വേൾഡിൽ ഇരിക്കുമ്പോൾ അതിന്റെ കോർഡിനേറ്റ് മോഡലിംഗ് കോർഡിനേറ്റ് എന്ന് പറയും. ആ മോഡലിംഗ് കോർഡിനേറ്റിൽ നിന്ന് നമ്മൾ അതിനെ വേൾഡ് കോർഡിനേറ്റിലോട്ട് കൺസ്ട്രക്ട് ചെയ്യും. സോ വേൾഡ് കോർഡിനേറ്റിൽ നിന്ന് നമ്മൾ അവയെ എന്താക്കി കൺവേർട്ട് ചെയ്യും, വ്യൂയിങ് കോർഡിനേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. ഈ വ്യൂയിങ് കോർഡിനേറ്റിൽ നിന്ന് നമ്മൾ അതിനെ എന്താക്കും, നോർമലൈസ് ചെയ്ത് നോർമലൈസ്ഡ് വ്യൂയിങ് കോർഡിനേറ്റിലാക്കും. നോർമലൈസ്ഡ് വ്യൂയിങ് കോർഡിനേറ്റിൽ നിന്ന് നമ്മൾ എപ്പോഴും ഡിവൈസ് കോർഡിനേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. ബിക്കോസ് നമ്മുടെ ഡിവൈസുകൾ പല പല സൈസ് ആവാം. അപ്പൊ നോർമലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡിവൈസിലോട്ടും കോർഡിനേറ്റ് ചെയ്യാൻ ഈസി ആവും. സോ ഈ ട്രാൻസ്ഫോർമേഷൻ ആണ് 2D വ്യൂയിങ് ട്രാൻസ്ഫോർമേഷൻ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളപ്പം ഒരു വിൻഡോയിൽ നിന്ന് വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തുമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. നമുക്ക് ഒരു ഒരു പോയിന്റ് XW/YW ഇൻ എ ഡിസിഗ്നേറ്റഡ് വിൻഡോയിൽ നിന്ന് നമുക്ക് വ്യൂ പോർട്ടിന്റെ XV/YV എന്ന് പറയുന്ന ഒരു പൊസിഷനിലോട്ട് മാപ്പ് ചെയ്യണം. അപ്പം ആ ഒബ്ജക്റ്റ് ഇവിടെ എവിടെയാണോ ഇരുന്നത് അതേപോലെയാണ് അതിന്റെ ഈ ഒബ്ജക്റ്റ് അടുത്ത വിൻഡോയിലും അതേ സെയിം പൊസിഷൻ അല്ലെങ്കിൽ റിലേറ്റീവായിട്ട് കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ ഇരിക്കണം. സോ അത് നമ്മളെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സെയിം റിലേറ്റീവ് പ്ലേസ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ. ഇത് നമുക്കറിയണം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ നോക്കുക, ഈ നമ്മുടെ വിൻഡോയിൽ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മുടെ വിൻഡോയുടെ മിനിമം XW മിനിമം, XW മാക്സിമം, ഓക്കെ, Y മിനിമം, Y മാക്സിമം, YW മിനിമം, Y മാക്സിമം ഉണ്ട്. വ്യൂ പോർട്ടിന് കറസ്പോണ്ടിങ് X വ്യൂ പോർട്ട് മിനിമം, X വ്യൂ പോർട്ട് മാക്സിമം, Y വ്യൂ പോർട്ട് മിനിമം, Y വ്യൂ പോർട്ട് മാക്സിമം നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മൾ ആ ഒബ്ജക്റ്റിനെ വ്യൂ പോർട്ടിലോട്ട് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്. നമ്മുടെ XV മൈനസ് XV മിനിമ ബൈ XV മാക്സിമ മൈനസ് XV മിനിമ ഈസ് ഈക്വൽ ടു XW മൈനസ് XW മിനിമ ബൈ XW മാക്സിമ മൈനസ് XW മിനിമ. നമുക്ക് ഇതെല്ലാം അറിയാം. W മിനിമ അറിയാം, W മാക്സിമ അറിയാം, ഓക്കെ, V മിനിമ വ്യൂ പോർട്ടിന്റെ മിനിമ അറിയാം, വ്യൂ പോർട്ടിന്റെ മാക്സിമ അറിയാം. അതുപോലെ Y പോയിന്റും സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഈ റേഷ്യോസ് തമ്മിൽ ഈക്വൽ ആയിരിക്കണം. എന്നാലേ കറക്റ്റ് ആയിട്ട് ആ ഒബ്ജക്റ്റിന് ആ ഡിവൈസിൽ കറസ്പോണ്ടിങ് ആയിട്ട് വ്യൂ പോർട്ടിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ YV മൈനസ് YV മിനിമ ബൈ YV മാക്സിമ മൈനസ് YV മിനിമ ഈസ് ഈക്വൽ ടു YW മൈനസ് YW മിനിമ ബൈ YW മാക്സിമ മൈനസ് YW മിനിമ. ഓക്കെ, നമുക്ക് ഇത് ഈ ഇക്വേഷൻ തമ്മിൽ സോൾവ് ചെയ്യുമ്പോൾ ഒരു അൺനോൺ വ്യൂ പോർട്ട് പൊസിഷൻ XV/YPയിലുള്ള നമുക്ക് XVയും YVയും നമുക്ക് വാല്യൂസ് കിട്ടും. ഇനി നമുക്ക് അപ്പൊ നമ്മളുടെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, XV എന്തായിട്ട് കിട്ടും, XV മിനിമ പ്ലസ് XW മൈനസ് XW മിനിമ ഇൻറ്റു SXും YV ഇസ് ഈക്വൽ ടു YV മിനിമ ഇൻറ്റു YW മൈനസ് YW മിനിമ എന്ന് എഴുതും. നമ്മൾ ഈ SX എന്ന് പറഞ്ഞാൽ ആ കോമൺ ആയിട്ട് വരുന്ന പാർട്ടാണ്. XV മാക്സിമ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന XV മാക്സിമ മൈനസ് XV മിനിമ ബൈ XW മാക്സിമ മൈനസ് XW മിനിമ എന്ന് ഈ XVയിലും YVയിലും കോമൺ ആയിട്ട് വരുന്ന വാല്യൂസ് കിട്ടും. അതിനെ നമ്മൾ എന്തായിട്ട് പറയും, SXും SY ആയിട്ടും പറയും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ. നെക്സ്റ്റ് ടോപ്പിക് ക്ലിപ്പിംഗ് ആണ്. ക്ലിപ്പിംഗ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ.